കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ ഒരു വമ്പൻ മിസൈൽ പരീക്ഷണം നടന്നത്. ഈ മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മിസൈലിൽ ഒരു ആണവ റിയാക്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിസൈലിന് 2 ദിവസം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കാനായി സാധിക്കും. കാരണം ഇതിന് ഇന്ധനം നൽകുന്നത് ഈ ആണവ റിയാക്ടറാണ്. അതിനുശേഷം റഷ്യ ഏത് രാജ്യമാണോ വിചാരിക്കുന്നത് അവിടെ ചെന്ന് ഈ മിസൈൽ പതിക്കുകയും ചെയ്യും. ഇത് അമേരിക്കയ്ക്ക് പോലും തടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകത എന്നാണ് റഷ്യ അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോഴിതാ റഷ്യൻ ആക്രമണം ഒഴിവാക്കാൻ 21 രാജ്യങ്ങൾ സംയുക്തമായി ഈ സ്കൈഫോൾ എന്ന് പറഞ്ഞ മിസൈലിനെ പ്രതിരോധിക്കാൻ സ്കൈ ഷീൽഡ് ഒരുക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പുടിൻ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിരിക്കുന്നത്. റഷ്യൻ ഡ്രോണുകൾ, ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായിട്ടാണ് യൂറോപ്പിൻ്റെ സ്കൈ ഷീൽഡ് സംരംഭം തുടങ്ങുന്നത്. ഇത് IRST പാട്രിയറ്റ് ആരോ 3 സംവിധാനങ്ങളുള്ള ഒരു 3 പാളി കവചമാണ് സൃഷ്ടിക്കുന്നത്. ജർമ്മനിയുടെ നേതൃത്വത്തിൽ 21 രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളാകും. യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാറ്റോയുടെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ പദ്ധതിയാണിത്. ഇത് യൂറോപ്പിൻ്റെ സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 2022 ഓഗസ്റ്റിൽ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് സ്കൈ ഷീൽഡ് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാറ്റോയും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും തമ്മിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സംയുക്ത സംഭരണം ലക്ഷ്യമിട്ടായിരുന്നു ഇത്. കാരണം ഒരു യൂറോപ്യൻ രാജ്യത്തിനും ഒറ്റയ്ക്ക് എല്ലാത്തരം ഭീഷണികളെയും ബജറ്റ് അല്ലെങ്കിൽ വ്യാവസായിക ശേഷി ഉപയോഗിച്ച് നേരിടാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനാൽ ഹ്രസ്വ ഇടത്തരം ദീർഘദൂര ഇൻ്റർസെപ്റ്ററുകളെ ഒരു പൊതു ശൃംഖലയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ഏകോപിത പാളികളുള്ള സംവിധാനമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 2025 ആയപ്പോഴേക്കും ഈ സംരംഭം 21 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, നെതർലാൻഡ്സ്, ഇറ്റലി, ചെക്ക് റിപ്പബ്ലിക്, ഫിൻലാൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ, ബെൽജിയം, ഹംഗറി, സ്ലോവാക്യ, റൊമേനിയ, ബൾഗേറിയ, ലിത്വാനിയ, ലാറ്റ്വിയ, എസ്റ്റോണിയ, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, സ്ലൊവേനിയ, അൽബേനിയ, പോർച്ചുഗൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 2025 ഫെബ്രുവരിയിൽ അൽബേനിയയും പോർച്ചുഗലും ചേരുന്നതായി പ്രഖ്യാപിച്ചു. മുമ്പ് ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള നിഷ്പക്ഷ രാജ്യങ്ങളും ചേർന്നു. സ്കൈ ഷീൽഡ് നാറ്റോയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ശക്തിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.